പേയ്മെന്റ് നടത്തേണ്ടത് എന്നതിനെ കുറിച്ചാണ് സെക്ഷൻ നമ്പർ 123. അതേപോലെ സെക്ഷൻ നമ്പർ 124 അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ചാർട്ട് വെച്ചിട്ട് സെക്ഷൻ നമ്പർ 124 പറഞ്ഞു തരും. നെക്സ്റ്റ് സെക്ഷൻ നമ്പർ 125 ദാറ്റ് ഈസ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട്. എന്തിനാണ് ആ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഫണ്ടിലേക്ക് ഏതൊക്കെ എമൗണ്ടുകളാണ് വരിക, ആ എമൗണ്ടുകൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുക എന്നൊക്കെയാണ് സെക്ഷൻ നമ്പർ 125 പറയാറുള്ളത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ നമ്പർ 123, 124 ആൻഡ് 125 ഓഫ് കമ്പനീസ് ആക്ട് 2013. ഡിക്ലറേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സിംപിളി പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്ന്, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. എന്താണ് ഡിവിഡൻഡ്, എങ്ങനെയാണ് ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ദെൻ ട്രാൻസ്ഫർ ടു റിസർവ്. ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പ്രൊവിഷൻ എന്താണ്. ദെൻ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇല്ലാത്ത സമയത്ത് ഒരു കമ്പനിക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുണ്ടോ, അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. Then next point, declaration of dividend by set off of previous losses. നമുക്ക് ലോസുകളുണ്ട്, ഈ വർഷം കറണ്ട് ഇയർ ലോസ് ആണ് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക, അതിൽ സെറ്റ് ഓഫിന്റെ പ്രൊവിഷൻ എന്തൊക്കെയാണ്. ദെൻ ലാസ്റ്റ് വൺ, ഡെപ്പോസിറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. എങ്ങനെയാണ് ഒരു ഡിവിഡൻഡ് പേയ്മെന്റ് നടത്തേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിംപ്ലി സെക്ഷൻ നമ്പർ 123 കവർ ചെയ്യാനുള്ളത്. അതേപോലെ സെക്ഷൻ നമ്പർ 124 അൺപെയ്ഡ് ഡിവിഡൻഡിനെ കുറിച്ചും സെക്ഷൻ നമ്പർ 125 ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിനെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സെക്ഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എക്സാമിന് ഏറ്റവും കൂടുതൽ ചോയ്സ് കണ്ടിട്ടുള്ളത് സെക്ഷൻ നമ്പർ 123 ഈ ഒരു ഭാഗമാണ്. അതായത് എന്താണ് ഡിവിഡൻഡ്, എങ്ങനെയാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. കമ്പനീസ് ആക്ടില് സെക്ഷൻ നമ്പർ 2 ക്ലോസ് 35 പ്രകാരമാണ് ഡിവിഡൻഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കമ്പനീസ് ആക്ടിൽ പറഞ്ഞത് ഇതാണ്. ആസ് പെർ സെക്ഷൻ 2 ക്ലോസ് 35 ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇന്ററിം ഡിവിഡൻഡ്. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ററിം ഡിവിഡൻഡ് കൂടി ഇൻക്ലൂഡ് ആണെന്നാണ് ഡെഫിനിഷൻ. അപ്പൊ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫൈനൽ ഡിവിഡൻഡ്, ഒന്ന് ഇന്ററിം ഡിവിഡൻഡ്. സംഭവം സിമ്പിൾ ആണ്. ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ്. 2019 വർഷം 2020 മാർച്ചിൽ അവസാനിക്കും ഫൈനാൻഷ്യൽ. ആ മാർച്ചിൽ അവസാനിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ ഡിവിഡൻഡ് ഇത്രയാണ് കമ്പനി ഡിവിഡൻഡ് ആയിട്ട് പ്രോഫിറ്റിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നതാണ് ഫൈനൽ ഡിവിഡൻഡ്. ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ ഇയർ, ബിറ്റ്വീൻ ടു AGM, രണ്ട് AGMകൾ തമ്മിൽ ഉള്ള പീരീഡ്, അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡിവിഡൻഡ് കൊടുത്താൽ അതാണ് ഇന്ററിം ഡിവിഡൻഡ്. ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ അറ്റ് AGM ആണ്. AGM എപ്പോഴാണോ AGM കൂടിയിട്ടാണ് തീരുമാനിക്കുക ഡിവിഡൻഡ് എത്രയാണ് കൊടുക്കുന്നത്. അറ്റ് ദ AGM, ദാറ്റ് ഈസ് ഫൈനൽ ഡിവിഡൻഡ്. ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ടു AGM കൊടുക്കുന്നതാണ് ഇന്ററിം ഡിവിഡൻഡ്. ഡിവിഡൻഡ് സിംപ്ലി നമുക്ക് അറിയാം എന്താണ്, പ്രോഫിറ്റിന്റെ ഒരു ഭാഗം ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ് ഡിവിഡൻഡ്. ഡിവിസിബിൾ പ്രോഫിറ്റ് അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാൻ കമ്പനി തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് നോക്കേണ്ടത്. അപ്പൊ സെക്ഷൻ നമ്പർ 123 മൂന്ന് കാര്യങ്ങളാണ് സെക്ഷൻ നമ്പർ 123 മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഒന്ന്, ഡിക്ലറേഷൻ എന്താണ്, എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. രണ്ട്, ട്രാൻസ്ഫർ ടു റിസർവ് എന്തൊക്കെയാണ് പ്രൊവിഷൻസ്. മൂന്ന്, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട്. അപ്പോ ഫസ്റ്റ് വൺ, ഡിക്ലറേഷൻ. ഡിവിഡൻഡ് ക്യാൻ ബി ഡിക്ലെയർഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദാറ്റ് ഇയർ. അതായത് കറണ്ട് ഇയർ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ഏത് പ്രോഫിറ്റിൽ നിന്നാണ് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് ദാറ്റ് ഇയർ, ഏത് വർഷമാണോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വർഷത്തെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക്
ചെയ്യാം. അല്ലെങ്കിൽ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓഫ് എനി പ്രീവിയസ് ഫൈനാൻഷ്യൽ ഇയർ, തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, ആ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അപ്പൊ കറന്റ് ഇയർ പ്രോഫിറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യാം, പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യാം. സിമ്പിൾ പ്രൊവിഷൻ. പക്ഷേ ഈ രണ്ട് പ്രോഫിറ്റും ആഫ്റ്റർ ഡിപ്രിസിയേഷൻ വേണം നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ. അതായത് ഈ രണ്ട് പ്രോഫിറ്റും ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്തതിനു ശേഷം ബാക്കിയുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അപ്പൊ കറന്റ് ഇയർ പ്രോഫിറ്റ് ഡിക്ലെയർ ചെയ്യാം, പ്രീവിയസ് ഇയർ പ്രോഫിറ്റുകളിലും ഡിക്ലെയർ ചെയ്യാം ആഫ്റ്റർ ഡിപ്രിസിയേഷൻ. ഇനി അതല്ല, ഔട്ട് ഓഫ് മണി പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ്. മൂന്നാമതൊരു ഓപ്ഷൻ ഉള്ളത്, ചില കമ്പനികൾക്ക് ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടാവും. എന്ത്? ഈ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഗവൺമെന്റ് ആ ഡിവിഡൻഡ് കൊടുക്കാമെന്ന് ഗ്യാരണ്ടി നിന്നിട്ടുണ്ടാവും. അങ്ങനെ ഗ്യാരണ്ടി നിന്നിട്ടുള്ള കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കും, ഫണ്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ കിട്ടിയ ഫണ്ട് കമ്പനിയുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഫണ്ടിൽ നിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യും. അപ്പൊ മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, കറന്റ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് കൊടുക്കാം, പ്രീവിയസ് ഇയർ പ്രോഫിറ്റിൽ നിന്ന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ഔട്ട് ഓഫ് ദ മണി പ്രൊവൈഡഡ് ബൈ ഗവൺമെന്റ് ആ ഫണ്ടിൽ നിന്നും ഡിക്ലെയർ ചെയ്യാം. ദിസ് ഇസ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ഇനി സെക്ഷൻ നമ്പർ 123 പ്രകാരം ഒരു കമ്പനിക്ക് ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ട്രാൻസ്ഫർ സച്ച് എ പെർസെന്റേജ് ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ഫോർ ദാറ്റ് ഫൈനാൻഷ്യൽ ഇയർ ഇറ്റ് മേ കൺസിഡർ അപ്രോപ്രിയേറ്റ്. അതായത് ഒരു കമ്പനിക്ക് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ട്, 1 lakh. കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല എന്നാണ് തീരുമാനിച്ചത്. അങ്ങനെയെങ്കിൽ കമ്പനിക്ക് ഈ 1 lakh വേണമെങ്കിൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് പ്രോഫിറ്റ് അക്യുമുലേറ്റ് ചെയ്ത് വെക്കാം എന്നർത്ഥം. അതിന് എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് കമ്പനിക്ക് തീരുമാനിക്കാം. പക്ഷെ അത് ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ആയിരിക്കണം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് കമ്പനിക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് വേണമെങ്കിൽ മുഴുവനായിട്ടും റിസർവിലേക്ക് മാറ്റാം. ഇനി അതല്ല, പകുതി റിസർവിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു, ബാക്കി പകുതി ഡിവിഡൻഡ് കൊടുത്താൽ മതി. പക്ഷെ റിസർവിലേക്ക് മാറ്റല് കമ്പനിയുടെ ഇഷ്ടമാണ്, എത്ര ശതമാനമാണ് മാറ്റേണ്ടത്. അത് ട്രാൻസ്ഫർ ഈസ് നോട്ട് മാൻഡേറ്ററി. റിസർവിലേക്ക് മാറ്റണമെന്ന് നിർബന്ധമല്ല. പക്ഷെ കമ്പനി റിസർവിലേക്ക് മാറ്റാൻ തീരുമാനിച്ചാൽ ഇറ്റ് ഈസ് പോസിബിൾ, അവർക്ക് അത് ചെയ്യാം. എപ്പോ? ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ്. ഇനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ വൺസ് ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ഇറ്റ് ഷുഡ് ബി പെയ്ഡ്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനി എന്തായാലും പേ ചെയ്തേ മതിയാവും. ഇപ്പോ ഈ ഒരു കേസിൽ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു, 50,000 രൂപ മൊത്തത്തിൽ ഡിവിഡൻഡ് കൊടുക്കാൻ തീരുമാനിച്ചു. 1 ലക്ഷമാണ് പ്രോഫിറ്റ് ഉള്ളത്. പക്ഷെ ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് 1 ലക്ഷം കമ്പനി എന്ത് ചെയ്തത്? ഫുള്ള് റിസർവ് ആക്കി മാറ്റാൻ ശ്രമിച്ചു. പറ്റില്ല. കാരണം അവിടെ 50,000 ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് എന്തായാലും പേ ചെയ്യണം. ഈ 1 ലക്ഷത്തിൽ നിന്ന് 50,000 എന്തായാലും പേ ചെയ്യണം. ബാക്കിയുള്ള എമൗണ്ട് വേണമെങ്കിൽ റിസർവ് ആയിട്ട് മാറ്റാം. അപ്പോ ട്രാൻസ്ഫർ ടു റിസർവ്, ഇതാണ് പ്രൊവിഷൻ. സിംപ്ലി പ്രൊവിഷൻ ഇതാണ്: കമ്പനിക്ക് എത്ര ശതമാനം വേണമെങ്കിലും, പ്രോഫിറ്റിന്റെ എത്ര ശതമാനം വേണമെങ്കിലും, ഈവൻ 100% വരെ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ മാൻഡേറ്ററി അല്ല, കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ്. പക്ഷെ അത് ചെയ്യേണ്ടത് ബിഫോർ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ആണ്. സിമ്പിൾ പ്രൊവിഷൻ. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ, ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അതായത് ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞു വന്നത് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ട്, ഡിവിഡൻഡ് കൊടുക്കുന്നതിനെ കുറിച്ചാണ്. ഇനി പ്രോഫിറ്റ് ഇല്ല, കമ്പനി ലോസിലാണ്, എങ്ങനെയാണ് ഡിവിഡൻഡിന്റെ പ്രൊവിഷൻ എന്താണ്, അങ്ങനെയുള്ള കമ്പനികൾക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ പറയാനുള്ളത്. ഈ ഒരു പോയിന്റ് നമുക്ക് കുറച്ച് എലാബറേറ്റ് ആയിട്ട് പഠിക്കാണ്ട്, അതുകൊണ്ട് ഞാൻ അടുത്ത ചാർട്ട് വരച്ചിട്ട് അത് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് ഔട്ട് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അതായത് 2019 ഫൈനാൻഷ്യൽ ഇയറിൽ നമുക്ക് ലോസ് ആണ്. 2018 പ്രോഫിറ്റ് ഉണ്ട്. 2017
പ്രോഫിറ്റ് ഉണ്ട്, 2016 നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഇതാണ് സിറ്റുവേഷൻ. ഇപ്പൊ 2019 നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ വിചാരിക്കുകയാണ്. സാധാരണ കേസിൽ 2019 പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന കാര്യമില്ല. കാരണം എന്താ, പ്രോഫിറ്റിന്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. പക്ഷേ ഇവിടെ ലോസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഫിറ്റുകളൊക്കെ, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റുകളൊക്കെ നമ്മൾ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. എല്ലാ പ്രോഫിറ്റും നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അവിടെ ബാക്കിയുള്ള പ്രോഫിറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. അതായത് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും അർത്ഥം. അപ്പോ ഈ വർഷം ലോസ് ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ഇതാണ് പ്രൊവിഷൻ. അപ്പൊ സിറ്റുവേഷൻ ഇതാണ്. കറന്റ് ഇയർ ലോസ് ആണ്, നമുക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട് കയ്യിൽ. ഈ വർഷം ലോസ് ആണെങ്കിലും അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ആ പ്രോഫിറ്റ് എടുത്തിട്ട് ഡിവിഡൻഡ് കൊടുക്കാൻ പാടുണ്ടോ എന്നാണ് ചോദ്യം. കൊടുക്കാം. ഈ 3 കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എടുത്തിട്ട് ഡിവിഡൻഡ് കൊടുക്കാം. കാരണം ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് വാല്യൂ കിട്ടുക എന്നാണ് അർത്ഥം. മാർക്കറ്റിൽ കമ്പനിയുടെ വാല്യൂ കൂടും. നേരെ മറിച്ച് 2019 ലോസ് ആണ്, കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നില്ല, സ്വാഭാവികമായിട്ട് കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ കുറയും. നേരെ മറിച്ച് ലോസ് ആണെങ്കിലും അവർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ലോസ് ആണെങ്കിലും നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കമ്പനി ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് കൊടുക്കാം. കണ്ടീഷൻ ഇതാണ്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഷാൽ നോട്ട് എക്സീഡ് ആവറേജ് റേറ്റ് അറ്റ് വിച്ച് ഡിവിഡൻഡ് വാസ് ഡിക്ലെയർഡ് ബൈ it in the 3 year immediately preceding that year. ഞാൻ ഈ എക്സാമ്പിൾ പറയാം. 2019 നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഓക്കെ, ഞാൻ ഈ എക്സാമ്പിൾ പറയാം. ഫസ്റ്റത്തെ കണ്ടീഷൻ, ഈ 3 കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താലേ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. 2019 നമുക്ക് ലോസ് ആണ്, 2018, 17, 16 പ്രോഫിറ്റ് ഉണ്ട്. ഈ പ്രോഫിറ്റുകൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ പറഞ്ഞത് 2019 നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എത്ര ശതമാനമാണ് ഡിവിഡൻഡ് എന്ന് നമ്മൾ തീരുമാനിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ 7% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിച്ചത്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് 7%. പക്ഷെ ഈ കണ്ടീഷൻ പ്രകാരം നമ്മൾ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്നാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് 3 വർഷം ഡിക്ലെയർ ചെയ്ത റേറ്റിന്റെ ആവറേജിൽ കൂടാൻ ഈ റേറ്റ് പാടില്ല. അതായത് 2018 നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 6%, 2017 5%, 2016 7%. ഇങ്ങനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 6, 5, 7, 18 ഡിവൈഡഡ് ബൈ 3, 6% ആവറേജ് വരിക. അതായത് പ്രീവിയസ് 3 വർഷത്തിന്റെ റേറ്റുകളുടെ ആവറേജ് എത്രയാണ്? 6%. ഇതിൽ കൂടാൻ പാടില്ല. അപ്പൊ നമ്മളിവിടെ 7 തീരുമാനിച്ചാൽ നടക്കൂല, മാക്സിമം 6% പറ്റുള്ളൂ എന്നർത്ഥം. ഇതാണ് കണ്ടീഷൻ നമ്പർ 1. അതായത് ഏത് വർഷമാണോ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പ്രീവിയസ് 3 ഇയേഴ്സിലെ റേറ്റ് ഓഫ് ഡിവിഡൻഡിന്റെ ആവറേജിൽ കൂടാൻ പാടില്ല. ഇതാണ് കണ്ടീഷൻ നമ്പർ 1. ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവിഡൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് നിന്ന്, അതായത് പ്രീവിയസ് ഇയർ പ്രോഫിറ്റുകൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. ഇത് ചെയ്യാനുള്ള കാരണം എന്താ? കറന്റ് ഇയർ ലോസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ചെയ്യേണ്ടി വന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. പ്ലസ് ഈ കണ്ടീഷന്റെ കൂടെ അടുത്തൊരു കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതില് ഓറല്ല കണ്ടീഷൻ, ഒന്നുകിൽ ഇത് എന്നല്ല, ഇത് 3 ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്കിത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ടോട്ടൽ എമൗണ്ട് വിഡ്രോൺ ഷാൽ നോട്ട് എക്സീഡ് 1/10 ഓഫ് ദി സം ഓഫ് ഇറ്റ്സ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഫ്രീ റിസർവ്. ഞാൻ ഈ എക്സാമ്പിളിലേക്ക് കൊണ്ടുപോകാം. 2019 നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 19
കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ 2019 പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 ലക്ഷമാണ്. ഫ്രീ റിസർവ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത് 3 ലക്ഷം എന്ന് വിചാരിക്കുക. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടുക? 8 ലക്ഷമാണ് കിട്ടുക അല്ലെ? കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവും കൂടി കൂട്ടിയാൽ ഈ ഒരു സിറ്റുവേഷനിൽ 8 ലക്ഷമാണ് കിട്ടുക. ഇതിന്റെ 1/10 എന്ന് പറഞ്ഞാൽ എമൗണ്ട് വരിക 80,000 ആണ്. ഇത് പറയാനുള്ള കാരണം നമ്മുടെ 2018, 17, 16 അക്യുമുലേറ്റ് ചെയ്തു വെച്ച പ്രോഫിറ്റിൽ നിന്നാണ് 2019 ഡിവിഡൻഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രോഫിറ്റുകൾ കൂട്ടി വെച്ചതെന്ന് നമുക്ക് മാക്സിമം ഈ എമൗണ്ടേ പിൻവലിക്കാൻ പറ്റുള്ളൂ. ഈ പ്രോഫിറ്റുകൾ കൂട്ടി വെച്ചത് മുഴുവനായിട്ട് എടുക്കാൻ പറ്റൂല എന്നർത്ഥം. അതിനൊരു ലിമിറ്റ് ഉണ്ട്. എന്താണ് ലിമിറ്റ്? ഏത് വർഷമാണോ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ആ വർഷത്തെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും ഫ്രീ റിസർവോടും കൂട്ടിയതിന്റെ 10%, അതായത് 1/10 മാക്സിമം ആ എമൗണ്ട് മാത്രമേ അതിൽ നിന്ന് പിൻവലിക്കാൻ പറ്റുള്ളൂ. ഈ പ്രോഫിറ്റുകൾ മുഴുവനായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ കണ്ടീഷൻ നമ്പർ 2. അപ്പൊ കണ്ടീഷൻ നമ്പർ 1, റേറ്റ് ഓഫ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് പ്രീവിയസ് 3 വർഷത്തെ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് 3 വർഷത്തെ ആവറേജ് റേറ്റിൽ കൂടാൻ പാടില്ല. കണ്ടീഷൻ നമ്പർ 2, ഏത് വർഷമാണോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ആ വർഷത്തെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവിന്റെ 1/10 കൂടുതൽ എമൗണ്ട് അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ കഴിയില്ല. അതായത് ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് എടുക്കുന്ന എമൗണ്ട് ഈ വർഷത്തെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവിന്റെ 1/10 കുറവേ പാടുള്ളൂ, കൂടാൻ പാടില്ല. ഇനി കണ്ടീഷൻ നമ്പർ 3, ബാലൻസ് ഓഫ് റിസർവ് ആഫ്റ്റർ സച്ച് വിഡ്രോവൽ shall not fall below 15% of its paid up share capital. അതായത് നമ്മളിപ്പോ ഈ പ്രോഫിറ്റിന് ആണ് പൈസ എടുക്കുന്നത്. പ്രീവിയസ് 3 വർഷത്തെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്, അതായത് റിസർവിൽ നിന്നാണ് എമൗണ്ട് എടുക്കുന്നത്. എമൗണ്ട് എടുത്തതിന് ശേഷം അവിടെ റിസർവിൽ ബാക്കി ഉണ്ടാവുമല്ലോ, ഈ പ്രോഫിറ്റ് അവിടെ ബാക്കി ഉണ്ടാവുമല്ലോ. ആ ബാക്കിയുള്ള പ്രോഫിറ്റ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 15% കുറയാനും പാടില്ല. ഞാൻ ഒന്നുകൂടി പറയാം. ഈ 3 വർഷത്തെ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എമൗണ്ട് എടുക്കുന്നത്. എടുക്കേണ്ട എമൗണ്ട് 1/10 ആണെന്ന് നമ്മൾ പറഞ്ഞു. 1/10 കുറവാവാനേ പാടുള്ളൂ, മാക്സിമം 1/10 ആണ്. എന്തിന്റെ 1/10? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവിന്റെ 1/10. നമ്മൾ ഇതിൽ നിന്ന് എടുത്ത എമൗണ്ട്, ഇതിന് പൈസ എടുത്തു 80,000. ഈ സിറ്റുവേഷനിൽ നമ്മൾ എടുത്തു 3 ലക്ഷമാണല്ലോ ഇവിടെ ഫ്രീ റിസർവ്, സോറി ഇവിടെ ഈ 3 വർഷത്തെ എമൗണ്ടിൽ നിന്ന് 80,000 എടുത്തു. ബാക്കി ഇവിടെ എമൗണ്ട് ഉണ്ടാവുമല്ലോ, പ്രോഫിറ്റ് ബാക്കി ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ 80,000 എടുക്കണുള്ളൂ, മുഴുവൻ എടുക്കുന്നില്ല. അപ്പൊ ബാക്കിയുള്ള പൈസ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 15% കുറയാൻ പാടില്ല. 2019 പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 15% കുറയാൻ പാടില്ല ഇവിടെ ബാക്കിയുള്ള പൈസ. അതായത് ഈ 3 വർഷത്തിൽ നിന്ന് നമ്മൾ ഡിവിഡൻഡിന് വേണ്ടിയിട്ട് പൈസ എടുത്തതിന് ശേഷം അവിടെ പൈസ ബാക്കിയുണ്ട്, അതായത് റിസർവിൽ എമൗണ്ട് ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള എമൗണ്ട് 2019 പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന്റെ 15% കുറയാൻ പാടില്ല എന്നർത്ഥം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് നിന്ന് നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ട് ആണ്. സെക്ഷൻ നമ്പർ 124, 123 ആണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. സിമ്പിൾ ആണ്. ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്താൽ ആ സെക്ഷനിലുള്ള എല്ലാ പ്രൊവിഷൻസും കവർ ആവും. സാധാരണയായിട്ട് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് എന്ത് ചെയ്യണം? നമ്മൾ പേ ചെയ്യണം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ഷെയർ ഹോൾഡർക്ക് നമ്മൾ ആ ഡിവിഡൻഡ് പേ ചെയ്യണം. അതാണ് പ്രൊവിഷൻ. അപ്പോ വിത്തിൻ 30 days നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഡൻഡ് പേ ചെയ്യണം. ഡിവിഡൻഡ് ഇഫ് ഡിവിഡൻഡ് നോട്ട് പെയ്ഡ് ഓർ ക്ലെയിംഡ്, ഡിവിഡൻഡ് നമ്മൾ 30 ദിവസത്തിൽ കൊടുക്കണം എന്നാണ് പ്രൊവിഷൻ. കൊടുത്തില്ല എങ്കിൽ 30 ദിവസം കഴിഞ്ഞിട്ട് വിത്തിൻ 7 days നമ്മൾ എന്ത് ചെയ്യണം? ആ എമൗണ്ട് കമ്പനിയുടെ കയ്യിൽ വെക്കാതെ അത് ബാങ്കിലേക്ക് മാറ്റണം.
ബാങ്കിൽ നമ്മളൊരു അക്കൗണ്ട് അതിനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് അൺപെയ്ഡ് ഡിവിഡന്റ് അക്കൗണ്ട്. അതായത് അൺപെയ്ഡ് ഡിവിഡന്റ് എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിലേക്ക് നമ്മൾ പേ ചെയ്യാത്ത ഡിവിഡന്റ് കമ്പനി വിത്തിൻ 7 days, ആഫ്റ്റർ 30 days, വിത്തിൻ 7 days നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. 30 ദിവസം ആണ് നമുക്ക് ഡിവിഡന്റ് പേ ചെയ്യാനുള്ള സമയം. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള 7 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം? കൊടുത്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ അത് കൊടുത്തിട്ടില്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റണം. ആ അക്കൗണ്ടിന്റെ പേര് അൺപെയ്ഡ് ഓർ അൺക്ലെയിംഡ് ഡിവിഡന്റ് അക്കൗണ്ട് ആണ്. ഡെപ്പോസിറ്റ് എമൗണ്ട് ഇൻ ബാങ്ക്. ഇനി നമ്മൾ അതും ചെയ്തില്ല, ഡിവിഡന്റ് കൊടുത്തില്ല, ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇഫ് നോട്ട് ഡൺ പേ ഇൻട്രസ്റ്റ് അറ്റ് 12% per annum ഫ്രം ഡിഫോൾട്ട്. നമ്മൾ 7 ദിവസം കഴിഞ്ഞ് എന്ന് തൊട്ടാണോ ഈ 7 ദിവസത്തിലുള്ള ഡിഫോൾട്ട് പേയ്മെന്റ് നടത്തുന്നത്, നമ്മൾ എന്ന് തൊട്ടാണോ ഡിഫോൾട്ട് വരുത്തുന്നത് അത് തൊട്ട് 12% ഇൻട്രസ്റ്റ് അടക്കം പിന്നെ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് വേണ്ട. ഈ പറഞ്ഞ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് വേണ്ട. നമ്മൾ 7 ദിവസത്തിനുള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തില്ല എങ്കിൽ എന്നാണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണത് അന്ന് ആ എമൗണ്ടും അതിന്റെ 12% ഇൻട്രസ്റ്റ് എന്നാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതുവരെയുള്ള ഇൻട്രസ്റ്റ് അടക്കം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞു. ദെൻ ആഫ്റ്റർ വിത്തിൻ 90 days പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ്. അതായത് ഈ 7 കഴിഞ്ഞു, 30 7 കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ വിത്തിൻ 90 days 30 7 കഴിഞ്ഞിട്ടുള്ള 90 ദിവസത്തിന്റെ ഉള്ളില് കമ്പനി എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണം. എന്ത് സ്റ്റേറ്റ്മെന്റ്? ആരൊക്കെയാണ് ഡിവിഡന്റ് കൊടുക്കാനുള്ളത്, അയാളുടെ പേര്, അഡ്രസ്, കാര്യങ്ങളൊക്കെ കമ്പനിയുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം? പുട്ട് ഓൺ കമ്പനീസ് വെബ്സൈറ്റിൽ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുക്കണം. അതേപോലെ ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് വെബ്സൈറ്റുകളുണ്ട്. അൺപെയ്ഡ് ഡിവിഡന്റുകൾ ഇതേപോലെ കാണിക്കാനുള്ള ഗവൺമെന്റിന്റെ അപ്രൂവ്ഡ് വെബ്സൈറ്റുകളിൽ കമ്പനി സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതവിടെ കാണിക്കണം. അത് എന്തിനാ കാണിക്കണമെന്ന് വെച്ചാല് ചില കേസിൽ ഞാൻ കമ്പനിയുടെ ഷെയർ വാങ്ങുന്ന സമയത്തുള്ള എന്റെ അഡ്രസ് ആവില്ല, പിന്നീട് എനിക്ക് ഡിവിഡന്റ് കിട്ടുന്ന സമയത്ത് എന്റെ അഡ്രസ് ചിലപ്പോൾ ഞാൻ താമസം മാറിയിട്ടുണ്ടാവാം, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കമ്പനിനെ അറിയിച്ചിട്ടുണ്ടാവില്ല. കമ്പനിയുടെ രജിസ്റ്ററിൽ ഇപ്പോഴും എന്റെ പഴയ അഡ്രസ് ആവും. അപ്പൊ കമ്പനി എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല, കാരണം തെറ്റായ അഡ്രസ്സാണ്. ആ അഡ്രസ്സിൽ ഇപ്പൊ ഞാനില്ല. പുതിയ അഡ്രസ് ആണെങ്കിൽ കമ്പനിയുടെ കയ്യിലില്ലതാണ്. അപ്പൊ എന്ത് സംഭവിക്കും? കമ്പനി വെബ്സൈറ്റിൽ അത് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് അറിയാലോ, കമ്പനിക്ക് എന്റെ പുതിയ അഡ്രസ് അറിയില്ലെങ്കിലും എനിക്ക് കമ്പനിയുടെ വെബ്സൈറ്റ് അറിയാം. ആ വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. ആ ഡീറ്റെയിൽസ് കിട്ടിയാൽ എനിക്ക് എത്രയാണ് ഡിവിഡന്റ് കിട്ടാൻ ഞാൻ അർഹനാണെങ്കിൽ എനിക്കുള്ള ഡിവിഡന്റും കാര്യങ്ങളും അതിൽ നിന്ന് മനസ്സിലാവും. അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ വിത്തിൻ 90 days എന്ത് ചെയ്യണം? കമ്പനിയുടെ വെബ്സൈറ്റിലും ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത വെബ്സൈറ്റിലും പ്രസന്റ് ചെയ്യണം. ഇനി നമ്മൾ 30 ദിവസത്തിന്റെ ഉള്ളിൽ ഡിവിഡന്റ് ഡിക്ലെയർ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ പേ ചെയ്യണം. പേ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ബാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എമൗണ്ട് കിടക്കുന്നത് ബാങ്കിൽ അൺപെയ്ഡ് ഡിവിഡന്റ് അക്കൗണ്ടിലാണ് പൈസ കിടക്കുന്നത്. അത് മാറ്റിയിട്ട് 7 വർഷം കഴിഞ്ഞിട്ടും ആള് വന്നിട്ടില്ല. അതായത് ഡിവിഡന്റ് കൊടുക്കേണ്ട ആള് വന്നിട്ടില്ല, ക്ലെയിം ചെയ്യാൻ ആളെ കിട്ടിയിട്ടില്ല, ഡിവിഡന്റ് പേ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ആഫ്റ്റർ 7 years എവിടുന്ന് നമ്മൾ എന്നാണോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തത് അവിടുന്ന് തൊട്ട് 7 വർഷം എന്നാണോ കഴിയുന്നത് ആ പീരീഡ് കഴിഞ്ഞാൽ, അതായത് 7 വർഷം കഴിഞ്ഞാൽ ആ എമൗണ്ട് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റണം. അതായത് അൺപെയ്ഡ് ഡിവിഡന്റ് അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ട് എന്നാണോ ഈ അക്കൗണ്ടിലേക്ക് മാറ്റിയത് അത് കഴിഞ്ഞിട്ട് 7 വർഷമായിട്ടും ആൾക്ക് ഡിവിഡന്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ 7 വർഷം കഴിഞ്ഞാൽ ഇത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റണം. ഈ ഫണ്ട് ഇതിനൊക്കെ ഉപയോഗിക്കാന്നാണ് നമുക്ക് സെക്ഷൻ 125 അതായത് അടുത്ത സെക്ഷനിൽ ക്ലിയർ ആയിട്ട് പഠിക്കാനുള്ളത്. ഈ ഫണ്ട് നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? 7 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഫണ്ടിലേക്ക് അൺപെയ്ഡ് ഡിവിഡന്റ് മാറ്റുക. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ നമ്പർ 125 ഇതേപോലെ ചാർട്ട്
വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് സെക്ഷൻ നമ്പർ 125. നമ്മൾ പറഞ്ഞു അൺപെയ്ഡ് ഡിവിഡന്റ് 7 വർഷം കഴിഞ്ഞ് അക്കൗണ്ടിലേക്ക് മാറ്റി, 7 വർഷം കഴിഞ്ഞിട്ടും പേ ചെയ്യാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആള് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ട് മാറ്റും? ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റും. ഈ ഒരു സെക്ഷനിൽ കാര്യമായിട്ട് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് യൂട്ടിലൈസേഷൻ എന്താണ്. ഈ ഫണ്ടിലേക്ക് ഇപ്പൊ എമൗണ്ട് വന്നിട്ടുണ്ട്, ഇപ്പൊ ഫണ്ടിലാണ് എമൗണ്ട് കിടക്കുന്നത്. ആ എമൗണ്ട് നമ്മൾ എന്തൊക്കെ കാര്യത്തിന് യൂട്ടിലൈസ് ചെയ്യാം? സിംപ്ലി പറയുകയാണെങ്കിൽ പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് ഇൻവെസ്റ്റേഴ്സിന് അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കാൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇൻവെസ്റ്റേഴ്സിന് എഡ്യൂക്കേഷൻ, അവയർനെസ്, പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാം. കാരണം അത് ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടാണ്. അവര് ക്ലെയിം ചെയ്യാത്തത് കൊണ്ടാണ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറിയത്. ആ ഡിവിഡന്റ് എമൗണ്ട് അവർക്ക് കിട്ടേണ്ടതായിരുന്നു, അവർ വാങ്ങാത്തത് കൊണ്ടാണ് ഈ ഒരു ഫണ്ടിലേക്ക് സെക്ഷൻ നമ്പർ 125 പ്രകാരം, കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ നമ്പർ 125 പ്രകാരം ഈ ഫണ്ടിലേക്ക് എത്തിയത്. ഈ ഫണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. എന്തിനൊക്കെ? പ്രൊമോഷൻ ഓഫ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ, അവയർനെസ് ആൻഡ് പ്രൊട്ടക്ഷൻ. കൂടാതെ റീഇംബേഴ്സ്മെന്റ് ഓഫ് ലീഗൽ എക്സ്പെൻസസ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ലീഗൽ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്യാൻ ഈ ഫണ്ടിൽ നിന്ന് ഗവൺമെന്റിൽ ആ എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യും. ദെൻ എനി അതർ പർപ്പസ്, ഗവൺമെന്റ് ഇതുമായി ഇൻസിഡന്റൽ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനും യൂട്ടിലൈസ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് എനിക്ക് പറയാതെ ജനറലൈസ് ചെയ്ത് എനി അതർ പർപ്പസ്, ഇൻസിഡന്റൽ എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം? റീഫണ്ട് ഓഫ് അൺക്ലെയിംഡ് ഡിവിഡന്റ്. അതായത് ഡിവിഡന്റ് ക്ലെയിം ചെയ്യാത്തതുകൊണ്ടാണ് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് 7 വർഷത്തിന് ശേഷം മാറ്റേണ്ടി വന്നത്. 7 വർഷം കഴിഞ്ഞ് ഒരാള് കോടതിയിൽ പോയി, കോടതിക്ക് തോന്നുകയാണ്, എന്ത്, ട്രിബ്യൂണലിൽ തോന്നുകയാണ്, ഇയാള് 7 വർഷം വരെ വരാതിരിക്കാൻ ഇയാൾക്ക് റീസണബിൾ ആയിട്ടുള്ള കാരണമുണ്ട്, ഇയാൾക്ക് അത് കൊടുക്കാം, ഡിവിഡന്റ് കൊടുക്കാം എന്നാണെങ്കിൽ അയാൾക്ക് റീഫണ്ട് കൊടുക്കണം. ആ റീഫണ്ടിന് വേണമെങ്കിൽ ഈ ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാം. കാരണം ഈ ഫണ്ടില് ഇൻവെസ്റ്റേഴ്സിന്റെ എമൗണ്ട് ആണ് കിടക്കുന്നത്. അപ്പോ ഇതിൽ കൂടുതലുള്ള പ്രൊവിഷൻസ് ഉണ്ട്, യൂട്ടിലൈസേഷൻ ഒരുപാടുണ്ട്. പക്ഷെ പരീക്ഷയ്ക്ക് നമ്മൾ ഇത്രയെങ്കിലും പോയിന്റ് നമ്മൾ എഴുതണം. ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെയാണ് യൂട്ടിലൈസേഷൻ ചോദിക്കുക. അപ്പൊ ഇത്രയെങ്കിലും പോയിന്റ് നമ്മൾ എഴുതി വെക്കണം. ഡിവിഡന്റുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഡിവിഡന്റ്, അല്ലെങ്കിൽ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ നമ്പർ 123, 124, 125 ഡിവിഡന്റുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് ഇതൊക്കെയാണ് പറയാനുള്ളത്. അതായത് 123 പ്രകാരം ഡിക്ലറേഷൻ, അതിന്റെ പേയ്മെന്റ്, ആ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യം. എപ്പോ നമുക്ക് പ്രോഫിറ്റ് ഇല്ല, അക്യുമുലേറ്റഡ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഡിവിഡന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3 കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷനുകളെ കുറിച്ച്. അതേപോലെ സെക്ഷൻ നമ്പർ 124 അൺപെയ്ഡ് ഡിവിഡന്റ്. എത്ര ദിവസത്തിലുള്ള ഡിവിഡന്റ് കൊടുക്കേണ്ടത്, കൊടുത്തിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ബാങ്ക് അക്കൗണ്ടിലേക്ക് എപ്പോഴാണ് മാറ്റുന്നത്, മാറ്റിയിട്ടില്ലെങ്കിൽ എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്, കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മൾ എപ്പോഴാണ് ഇടേണ്ടത്, ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് എപ്പോഴാണ് മാറ്റുന്നത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അതേപോലെ സെക്ഷൻ നമ്പർ 125 പ്രകാരം ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് 5 to 6 മാർക്കിനാണ്. അപ്പോ വൃത്തിയായിട്ട് പഠിച്ചാൽ നമുക്കത് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.